ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും നിന്ന് ഗുരുകും എല്ലാവരുടെയും മുന്നിൽ. അപ്പോൾ രേവതി കൈകൂപ്പി എല്ലാവരോടും കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുമ്പോൾ കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു ചന്ദ്ര. അപ്പോൾ ഇതൊന്നും കള്ളക്കരച്ചിലല്ല, മനസ്സിൽ തട്ടി തന്നെയാണ് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതെന്ന്, അല്ലാണ്ട് ഇവൾ എന്നാ ചെയ്യാനാണെന്ന് സച്ചി ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുക അച്ഛൻ. അപ്പോൾ ഇവളിങ്ങനെ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനെല്ലാം മറച്ചു വെച്ചേ, പക്ഷേ എല്ലാം എൻ്റെ കൈവിട്ട് പോയി എന്ന് സച്ചി പറയൂ കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ചന്ദ്ര നമ്മളോണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ. ആ സമയത്ത് പറയുന്നത് കേട്ടാൽ തോന്നും നിങ്ങളിൽ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരോ ഉള്ളതെന്ന് സച്ചി ചോദിക്കുക എല്ലാവരോടും. തെറ്റ് ചെയ്തതിനുള്ള ക്ഷമ ചോദിച്ചു. ഇത് പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്നും സച്ചി ചോദിക്കുക. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ടെന്നും ഇവള് ഇനി ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്നും ചന്ദ്ര പറയാം. അപ്പോൾ അത് കേട്ടപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവൾ എൻ്റെ ഭാര്യയാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ താമസിക്കുമെന്ന്. അപ്പോൾ ഇത് എൻ്റെ വീട്, ഇറങ്ങി പോടാ ഇവിടെ നിന്ന് ചന്ദ്ര, അത് നടക്കില്ല എന്ന് സച്ചി. നടക്കുമെന്നും പറഞ്ഞാൽ ഈ ചന്ദ്ര രവേണ്ണ ഇതൊക്കെ കണ്ട് ഇങ്ങനെ മുഴുങ്ങസ്യാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും പോലീസുകാർ വീട്ടിലേക്ക് വന്നു. പോലീസുകാർ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഉഗ്രൻ അടി നടക്കുമല്ലേ. പോലീസ് വീട്ടിലേക്ക് വന്നപ്പം ചന്ദ്ര ഇങ്ങനെ ഭയങ്കര പ്രൗഢിയോടുകൂടി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാണേ. ആർക്കാർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോൾ സച്ചിക്ക് ടെൻഷനായി. ദൈവമേ പോലീസ് വന്നു, ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്നുള്ളൊരു പേടിയായി. അപ്പോഴത്തേക്കും ചന്ദ്ര ഇറങ്ങി ചെന്നു. സാർ ഞാനാ ചന്ദ്രമതി എന്ന് പറഞ്ഞു. ഒരു പരാതി എഴുതി ചൊപ്പിടാൻ വന്നാന്ന് പറയുമ്പോൾ എന്താ സാർ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. സച്ചി ഓടി ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ നിന്നെ ഇപ്പോഴല്ലേ നിന്റെ ഭാര്യ വീട്ടിൽ കണ്ട് എത്ര പെട്ടെന്ന് നീ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ താമസിക്കുന്നതെന്ന് സച്ചി പോലീസിനോട് പറയുകയാണ്. അപ്പോൾ സാറേ എൻ്റെ അമ്മയുടെ കാശ് മോഷ്ടിച്ച കള്ളൻ അറസ്റ്റ് ചെയ്തോ സാറേ എന്ന് സുധി ചോദിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ അവൻ്റെ വീട്ടിൽ പോയത്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ കുടുംബ വിഷയമാണ്, കേസൊന്നും എടുക്കണ്ട, ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാമെന്ന്. അപ്പോൾ കുടുംബ പ്രശ്നമോ അതൊന്നും ശരിയാവത്തില്ല, സംസാരിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ സുധി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രവിയേട്ടനൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാം. അതുകൊണ്ട് പരാതിയൊന്നുമില്ല, കേസ് എടുക്കണ്ടെന്ന് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അന്നേരം ചന്ദ്ര അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. പരാതിയൊന്നും ഇല്ലാന്ന് എഴുതി ഒപ്പിട്ട് തരാൻ പറയുമ്പം എന്ത് കുടുംബ വിഷയം ഇല്ല, ഒരു കള്ളൻ എൻ്റെ കാശ് മോഷ്ടിച്ചു, ഇതങ്ങനെ കുടുംബ വിഷയമാകുമെന്നൊക്കെ ചന്ദ്ര ചോദിക്കുക. എനിക്ക് പരാതിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി അന്നേരം ചങ്കത്ത് കൈവച്ച് നിൽക്കുക. സ്വന്തം ചേച്ചിയുടെ അമ്മായിമ്മയാണെന്ന് അറിഞ്ഞിട്ട് നാട് റോട്ടിൽ വെച്ച് അവൻ എൻ്റെ കാശ് മോഷ്ടിച്ചില്ലേ സാറേ, അവനൊക്കെ ജയിലിൽ കിടക്കണമെന്ന് പറയുക ചന്ദ്ര. പുറത്തിറങ്ങി നടക്കാൻ വിട്ടാലേ ഈ കള്ളനെ പേടിച്ച് നാട്ടുകാർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും കഴിയില്ല എന്നൊക്കെയായി ചന്ദ്രയുടെ വാദം. രേവതിക്ക് ആകെ പേടിയായി. സച്ചിയും ആകെ തകർന്ന് നിൽക്കുക. രവിയേട്ടൻ ഒന്നും മിണ്ടുന്നില്ല. സാറേ ഇത് ആദ്യമായിട്ടൊന്നുമല്ല, മുൻപ് എൻ്റെ വീട്ടിൽ നിന്നൊരു ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ചന്ദ്ര പറയാം. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി. ചെറുപ്പത്തിലെ അവൻ ഇങ്ങനെ ഒരു വാസനയുള്ളവനാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പറയാം. അവൻ്റെ അച്ഛനും അമ്മയും അവനെ അങ്ങനെയാണ് വളർത്തിയെന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്നും പറഞ്ഞ് രേവതി വിളിച്ചു. വളർത്തു ഗുണം, അല്ലാണ്ട് എന്നാ പറയാനാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കിട്ടിയ അവസരം നന്നായിട്ടങ്ങ് ഉപയോഗപ്പെടുത്തുക. അപ്പം ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിങ്ങനെ രേവതിയും സച്ചി നിൽക്കുക കേട്ടോ. കാശ് മോഷ്ടിക്കുക മാത്രമല്ല സാറേ, അവൻ എന്നെ റോഡിൽ തള്ളിയിട്ട് കൊല്ലാൻ വരെ നോക്കിയെന്നും ചന്ദ്ര അതിൻ്റെ കൂട്ടത്തിൽ പൊലിപ്പിച്ചങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവട്ടെ. അപ്പം രവിയേട്ടൻ ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നോക്കുവാണ്. കാശ് മോഷ്ടിച്ചത് അവനാണെന്ന് അറിഞ്ഞപ്പോൾ വീട്ടിൽ ചോദിക്കാൻ പോയ എന്നെ അവൻ്റെ അമ്മയും ഇവളുടെ അനിയത്തിയും ചേർന്ന് കഴുത്തിന് പിടിച്ച് കൊല്ലാൻ നോക്കി. ഒരു വിധവ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അയ്യോ സാറേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അമ്മ കള്ളം പറയുന്നതാണെന്ന് രേവതി പറഞ്ഞു. ആരാടി കള്ളം പറയുന്നേ? ഞാൻ കള്ളന് മാത്രമല്ല നിന്റെ അമ്മയും നിന്നെയും നിന്റെ അനിയത്തിയും ചേർത്ത് ജയിലിൽ അടയ്ക്കണമെന്ന് ചന്ദ്ര രേവതിയോട് വന്ന് പറയുക. അപ്പോൾ സച്ചി ഇതെന്തൊക്കെ പറയണേന്ന് ചോദിച്ച് നിൽക്കുന്നു. ഇവരെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ പോലീസുകാർ അത് അമ്മ ദേഷ്യത്തിൽ പറഞ്ഞതാ സാറേ, ഞാൻ സംസാരിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പം നീ ഒന്നും സംസാരിക്കണ്ട സാറേ, ഞാൻ ദേഷ്യത്തിലൊന്നും പറഞ്ഞതല്ല, എനിക്ക് പരാതി ഉണ്ട്. ആ കള്ളൻ എൻ്റെ കാശ് മോഷ്ടിച്ചതിന് തെളിവുകളായിട്ട് വീഡിയോ ഉണ്ടല്ലോ, ഏത് കോടതിയിലും വന്ന് ഞാൻ പറയാം, അവനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ സാറേ എന്ന് പറഞ്ഞ് ചന്ദ്ര പറയാം. അപ്പം അമ്മേ എന്ന് പറഞ്ഞ് രേവതി വിളിച്ചു. ശ്രുതി ഇങ്ങനെ കൈ അടിച്ചവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കാം. അപ്പോഴേക്കും അച്ഛാ എന്ന് പറഞ്ഞ് ഓടി സച്ചി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ കൈ കഴുകി. അപ്പോൾ അമ്മയോടൊന്ന് പറ അച്ഛാ എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സാർ ഞാൻ അമ്മയോട് സംസാരിച്ചോളാം സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ അവിടെ കിടന്നിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ. അപ്പോൾ നീ പറഞ്ഞതുപോലെ അല്ലല്ലോ നിൻ്റെ അമ്മ പറഞ്ഞു, നീ എന്താ അളിയനെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഒരിക്കലും അല്ല സാർ, അപ്പോൾ ഇത് കേസാക്കിയാലേ പറ്റുള്ളൂ എന്നാ സാറ് പറഞ്ഞു. അത് കേട്ടപ്പോൾ സാറേ അവനൊരു ചെറിയ പയ്യനല്ലേ, അവൻ കോളേജിൽ പഠിക്കുന്നതാണ്, കോളേജിൽ പഠിക്കുന്ന പയ്യനായതുകൊണ്ട് ചെയ്ത കുറ്റം അല്ലാണ്ടാവുന്നുണ്ടോ എന്ന് പോലീസുകാരൻ സച്ചിയോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പരാതി എഴുതിക്കോ, ഞാൻ ഒപ്പിട്ട് തരാമെന്നായി ചന്ദ്ര. അയ്യോ അമ്മ വേണ്ട അമ്മ പരാതി കൊടുക്കല്ലേ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു അടിച്ചോ, വേണമെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും അമ്മ ചെയ്തു അവനെതിരെ പരാതി കൊടുക്കല്ലേ അമ്മയെന്നും പറഞ്ഞ് അവൻ്റെ ഭാവി കളയല്ലേ അമ്മയെന്നും പറഞ്ഞ് ചന്ദ്രയുടെ കാല് പിടിക്കുക രേവതി. പക്ഷെ മാറിപ്പോടിയെന്ന് പറഞ്ഞ് രേവതിയെ തട്ടി എറിഞ്ഞു. അപ്പോൾ അച്ഛാന്നും പറഞ്ഞ് രവിയേട്ടൻ്റെ അടുത്തേക്കും ചെന്നു. അപ്പോൾ രേവതി ചെന്ന് അച്ഛൻ്റെ കാല് പിടിച്ചപ്പോൾ നിൻ്റെ അനിയൻ തെറ്റ് ചെയ്തെന്നും
അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ടെന്ന് രവിയേട്ടനും പറയാം. രേവതിയെ കൈ ഒഴിഞ്ഞു രവിയേട്ടനും. ഞാൻ പറഞ്ഞാലും പോലീസുകാർ അവർ തെറ്റ് സമ്മതിക്കാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. ശ്രുതി നിന്ന് ഭയങ്കര സന്തോഷം. രേവതിയുടെ കണ്ണുനീര് കണ്ട്, അച്ഛ ഇങ്ങനെയൊന്നും പറഞ്ഞു ഒഴിയല്ലേ അച്ഛ, എന്നെ ഒന്നും സഹായിക്കുക, അമ്മയോട് പരാതി കൊടുക്കരുതെന്ന് പറ അച്ഛാന്ന് പറഞ്ഞു. കൈവിടല്ലേ അച്ഛ എന്നും പറഞ്ഞ് രേവതി ആ മനുഷ്യൻ്റെ കാല് പിടിക്കുക. അപ്പം എനിക്കിത് പറയാൻ അച്ഛനല്ലാതെ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞ രേവതി കണ്ണീരോടെ ഇരിക്കുമ്പോൾ ചന്ദ്രേ എന്ന് പറഞ്ഞ രവിയേട്ടൻ വിളിച്ചു ഒരു പേരിന്. നിങ്ങളൊന്നും പറയണ്ട, ഈ കാര്യത്തിൽ നിങ്ങളെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പറയുക. രേവതി അവിടുന്ന് പുള്ളിക്കാരുടെ അടുത്തേക്ക് ചെല്ലുക. അമ്മ എന്നും പറഞ്ഞ് ചെന്നപ്പോഴേക്കും, നിർത്തടി നിന്റെ അഭിനയം, നീയും നിന്റെ കുടുംബവും ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ അഭിനയിച്ച് മനസ്സ് മാറ്റിയത് കൊണ്ടാ നിന്നെ പിടിച്ച് ഇവൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും ഇപ്പം നീ അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയാലൊന്നും ഒരു രക്ഷയില്ലടി, അതുകൊണ്ട് നീ നിർത്തിക്കോളാൻ പറഞ്ഞു ചന്ദ്ര. അമ്മ പ്ലീസ് അമ്മ ഞാൻ പറയട്ടെ അമ്മയെന്ന് പറഞ്ഞ് രേവതി കിടന്ന് കെഞ്ചുവാട്ടോ. അവനെതിരെ പരാതി കൊടുക്കല്ലേ അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി ഒന്ന് പറ, കംപ്ലൈൻറ്റ് കൊടുക്കരുതെന്ന് നീയെങ്കിലും അമ്മയോടൊന്ന് പറ, നീ പറഞ്ഞ അമ്മ കേൾക്കും എന്നൊക്കെ പറയുമ്പം, രേവതി നിന്റെ അനിയൻ ചെയ്ത തെറ്റിന് അവൻ ഉറപ്പായും ജയിലിൽ പോകണമെന്ന് ശ്രുതി അന്നേരം രേവതിയോട് പറയണു. ശിക്ഷ കിട്ടിയാലേ അവൻ അതൊരു പാഠമായിരിക്കുമെന്നും പിന്നെ അവൻ മോഷ്ടിക്കില്ല എന്നും ശ്രുതി മോള് പറയുവാട്ടോ. ചന്ദ്ര അന്നേരം ഇങ്ങനെ നിൽക്കുക. അപ്പം ഒന്നും പറഞ്ഞുകൊണ്ട് സുധിയും ഇങ്ങനെ നിൽക്കുന്നു. ശ്രീകാന്തും വർഷയും ആകെ വല്ലാത്ത അവസ്ഥയിൽ. ഇതവൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയാന്ന് പറയുമ്പം ശ്രുതി ദേ അവൻ്റെ പഠിപ്പും ഭാവിയൊക്കെ ഇല്ലാതാകുമെന്നും പറഞ്ഞ് രേവതി കരയുമ്പോൾ, തെറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് അവൻ ഓർക്കണ്ടായിരുന്നോ എന്നായിരുന്നു ശ്രുതിയുടെ ചോദ്യം. ചന്ദ്ര കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ തന്നെ അവിടെ അങ്ങനെ നിൽക്കുക. അങ്ങനെ രേവതി അവിടെ എല്ലാവരുടെയും മുന്നിൽ നിസ്സഹായമായിട്ട് നിന്ന് കരയാം. അമ്മ ഒന്ന് ആലോചിച്ചിട്ട് അപ്പോഴത്തേക്കും പോലീസുകാരൻ എഴുതിക്കൊണ്ട് വന്നു. ചന്ദ്ര ഒപ്പിടാൻ നോക്കുക. അപ്പോഴത്തേക്കും സച്ചി ചെന്ന് അച്ഛൻ്റെയും കാല് പിടിച്ചു. അവൻ ചെയ്തത് തെറ്റ് തന്നെ അച്ഛാ, ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ അമ്മയോട് ഒപ്പിടരുന്ന് പറ അച്ഛാന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ കാല് പിടിച്ച് കരയുമ്പോൾ അച്ഛൻ മോനോട്, സച്ചി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇക്കാര്യത്തിൽ നിങ്ങളെക്കാളും വിഷമം എനിക്കുണ്ട്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ നേരം കൊണ്ട് ചന്ദ്ര പോയി ഒപ്പിട്ടും കൊടുത്തു കേട്ടോ. ചന്ദ്ര ഒരു കൂസലും ഇല്ലാതെ ഒപ്പിട്ട് കൊടുത്തു. ആകെ തകർന്ന് തരിപ്പണമായി. സാറേ ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി ആ കള്ളനെ പിടിച്ച് സാർ ജയിലിൽ അടയ്ക്കാൻ ചന്ദ്ര സാറിനോട് പറയുക. ആകെ എല്ലാം കൈവിട്ട് പോയി, സകലം തീർന്നു എന്ന് മനസ്സിലായി രേവതിക്കാം. അവനെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം, സറണ്ടർ ആവുന്ന നല്ലത്, ഞങ്ങളിട്ട് ഓട്ടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ശിക്ഷ കൂടുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും, എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് SI പറഞ്ഞനുസരിച്ച് ഇതെല്ലാം ഓക്കെ ആക്കിയിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതി ചങ്ക് തല്ലി കരയാ. ഇത് കണ്ട് ഭയങ്കര സന്തോഷം ചന്ദ്രയ്ക്കും ശ്രുതിക്കും. രേവതി വന്ന് സച്ചിയുടെ മുന്നിൽ സച്ചേട്ടാന്ന് പറഞ്ഞ് എന്താ ഇനി നമ്മൾ ചെയ്യാന്ന് ചോദിച്ചു. അപ്പം സച്ചിക്കും ഭയങ്കര സങ്കടം. നീ വിഷമിക്കാതെ, നീ സങ്കടപ്പെടാതെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയെ സമാധാനിപ്പിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും കൈ ഒഴിഞ്ഞ് അതുങ്ങൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ ശ്രുതിയുടെ ഭയങ്കര സമാധാനത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. ഏട്ടത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ എനിക്ക് മനസ്സിലാകും, ഏട്ടത്തി വിഷമിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പറയുമ്പോൾ, ചേച്ചിയുടെ അനിയൻ തെറ്റ് ചെയ്തു, അതിന് ചേച്ചി എന്ത് പഴിച്ചു, ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വർഷ ചോദിക്കാം. ഇമോഷണൽ ആവല്ലേ, കരയാതെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പം എങ്ങനെ കരയാതിരിക്കും വർഷേ? അനിയനായിട്ടല്ല അവൾ അവനെ വളർത്തിയത്, മകനായിട്ടാണെന്ന് സച്ചി അന്നേരം ഇവരോട് പറയാം. അവൻ്റെ ജീവിതം ഇല്ലാണ്ടായില്ലേ എന്ന് ചോദിച്ചു. അവൾക്കത് താങ്ങാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇതെല്ലാം കേട്ട് ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷം. എന്തോ വലിയ മഹാകാര്യം ചെയ്ത ഒരു ഇതിൽ ചന്ദ്ര അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമത്തിൽ ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും എന്തായാലും ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിന്നല്ലോ, സന്തോഷമുണ്ട്. കുടുംബം എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ രണ്ടുപേരെയും തനിച്ചാക്കിയല്ലോ എന്നും സച്ചി ഇങ്ങനെ അവിടെ പറയുക. അപ്പോഴും ചന്ദ്രയ്ക്ക് ചിരി, സുധിക്കും ശ്രുതിക്കും ചിരി. നിങ്ങളെല്ലാവരും നല്ലവരാ, സമ്മതിച്ചു, ഒരു തെറ്റുപോലും ചെയ്യാത്തവർ, ഞങ്ങൾ മാത്രം വാശിക്കാർ, കൊള്ളരുതാത്തവർ. സന്തോഷമായി, ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രേവതി നീ വിഷമിക്കൊന്നും വേണ്ട, നീ എന്താ കരുതിയേ? ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തതോടെ എല്ലാം അവസാനിച്ചെന്നാണോ? ന്യായം എന്നുള്ളതുണ്ടെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാനും പറയുന്നത്. ന്യായം എന്നൊന്നുണ്ടടാ. ആ കള്ളനെ കോടതി ശിക്ഷ വിധിക്കൂടാ, അവൻ ജയിലിൽ പോകുമെന്നും പറഞ്ഞിട്ട് ചന്ദ്ര പറയുമ്പം നമുക്കത് കാണാം. നിങ്ങളുടെ ഒന്നും ആഗ്രഹമേ നടക്കാൻ പോകുന്നില്ല എന്ന് സച്ചി പറയാം. എനിക്ക് ജീവനുണ്ടെങ്കിൽ അവൻ ജയിലിൽ പോകില്ല എന്നും സച്ചിയാ പറയുന്നെന്നും പറഞ്ഞ് സകലതിനെയും വെല്ലുവിളിച്ച് നമ്മുടെ സച്ചി ആ വീടിൻ്റെ പടിയിറങ്ങുക. അപ്പം രേവതി ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. രേവതി നീ കരയാതെ, നീ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും കൂടെ അവിടെ നിന്ന് പോകുക കേട്ടോ. അപ്പോൾ രേവതി ഇനി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് തുള്ളുമ്പോഴേക്കും ഇവിടെ ഈ വീട്ടിൽ എൻ്റെ കൂടെ ജീവിക്കും, എൻ്റെ ഭാര്യയാണെന്നും സച്ചി ചന്ദ്രയെ വെല്ലുവിളിക്കുന്നു. രവിയേട്ടാ അവളോട് ഇവിടുന്ന് പോകാൻ പറയാൻ പറഞ്ഞു ചന്ദ്ര.
അന്നേരം ചന്ദ്രേ തെറ്റ് ചെയ്തത് അവളുടെ അനിയനാ, അതിന് നീ പരാതിയും കൊടുത്തു, അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് രവിയേട്ടൻ പറയുമ്പോൾ ചന്ദ്ര ഇങ്ങോട്ട് വലിയ ഇതായിട്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും എന്തേ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഒരു തരത്തിൽ. അപ്പോൾ രേവതി മോൾ എന്ത് തെറ്റാ ചെയ്തത്? അവൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര എന്ന് പറഞ്ഞിരിക്കാം. പിന്നെ അവളെന്തിനാ ഈ വീട് വിട്ട് പോകുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? അവളിവിടെ തന്നെ താമസിക്കും, അതിനൊരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോൾ രവിയേട്ടാന്ന് ചന്ദ്ര വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത്ര ഔദാര്യം കാണിച്ചു. ആൻറ്റി അങ്കിള് പറഞ്ഞതാ ശരി, രേവതി ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ ചേച്ചിയോട് പോകാൻ പറയുന്നതെന്ന് വർഷ അന്നേരം ചോദിച്ചു. ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ചേച്ചി എങ്ങോട്ടും പോകണ്ട എന്ന് വർഷയും പറഞ്ഞു. ചന്ദ്രേ, ശരത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള റൈറ്റ്സ് നിനക്കുണ്ട്, എന്നാ രേവതി വീട് വിട്ട് പോകണമെന്ന് പറയാനുള്ള ആ ഒരു റൈറ്റും നിനക്കില്ല എന്ന് രവിയേട്ടൻ പറയുക. രേവതി നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഇവൾ ഈ വീട്ടിലെ പെണ്ണാ, ഇവളെവിടെയും പോവില്ല, ഇവളിവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ ഇവൾ കഴിയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഓഹോ, അപ്പം അതാണല്ലേ നിങ്ങളുടെ തീരുമാനം? എങ്കിൽ എല്ലാവരും കേട്ടോ, ഇവൾ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ നിൽക്കില്ല എന്നുമായി ചന്ദ്ര. ഞാൻ ഈ വീട് വിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒരു പോക്ക്. അപ്പം നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവള് പോകണ്ട, ഞാൻ പോയിക്കോളാവെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി. ഭാഗം കെട്ടും കടക്കൊക്കെ എടുക്കുക. അപ്പോഴത്തേക്കും ശ്രുതിയും കൂടെ വന്നിട്ട് അമ്മ ഇതെവിടെ പോവാ, ഇത് അമ്മയുടെ വീടല്ലേ, സച്ചി രേവതി ഇവിടുന്ന് പോട്ടെ, അമ്മ പോകണ്ട അമ്മയെന്നും പറഞ്ഞ് ഇവർ ചെല്ലുമ്പോൾ അവർ പോകില്ലല്ലോ, ഇനി അവർ പോകാൻ തീരുമാനിച്ചാലും അവരുടെ പുന്നാരച്ഛൻ അവർ വിടണ്ടേ എന്നൊക്കെ ചന്ദ്ര പറയാം. അത് കേട്ടപ്പോഴത്തേക്ക് ഷോ എന്നും പറഞ്ഞിരിക്കുക ശ്രുതി. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്കാം, അമ്മ എങ്ങോട്ട് പോവാം അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഭാമയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഇനി മുതൽ ഞാൻ അവിടെ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ അയ്യോ അമ്മ, അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. ചന്ദ്ര പറഞ്ഞാലേ പറഞ്ഞതാണെന്നും പറഞ്ഞ് ചന്ദ്ര. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കമ്മേ, അമ്മേ പോവല്ലേ അമ്മേ, പോവല്ലേ അമ്മേ, അയ്യോ അമ്മേ പോവല്ലേ, അയ്യോ അമ്മേ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂടെ കണ്ടു പറയാം. അപ്പോൾ ശ്രുതി നീ പോവല്ലെന്ന് പറ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പിന്നാലെ ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് ശ്രുതി പിന്നാലെ നടക്കണം. ചന്ദ്ര അപ്പോഴേക്കും വലിയ ബാഗൊക്കെ എടുത്ത് അങ്ങ് ഇറങ്ങി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുക. അച്ഛൻ അമ്മയോട് പോകരുതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ കൈ പിടിച്ച് നടക്കാൻ പ്രായത്തിലുള്ള ആളായിരുന്നെങ്കിൽ പറഞ്ഞെങ്കിലും അനുസരിപ്പിക്കായിരുന്നു. ഇതിപ്പോൾ തന്നോളം വളർന്നില്ലടാ, അവൾ എന്താണെന്ന് വെച്ചാൽ അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാഗം എടുത്തുകൊണ്ട് വന്നു. ശ്രുതിയും പോവരുമെന്നും പറഞ്ഞു പിന്നാലെ. അപ്പോൾ രേവതിക്കും അവിടെ ഭയങ്കര വിഷമം. അയ്യോ ഞങ്ങൾക്ക് വേണ്ടി പോവല്ലേ അമ്മേ, പോവല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ട് കയറി വന്നത് ഇവളല്ലേ, ഞാൻ ആവശ്യമില്ലാത്തവളാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇറങ്ങിക്കോളാവെന്ന് പറഞ്ഞു. ഇങ്ങനെ പോകുമ്പോൾ സച്ചേട്ടാ അമ്മയോട് പോകരുതെന്ന് പറ സച്ചേട്ടാന്ന് പറഞ്ഞു രേവതി. സച്ചി അനങ്ങുന്നില്ല. അപ്പോൾ ശ്രുതിയും പിന്നാലെ ചെല്ലുക. അമ്മയെ പോവല്ലേ അമ്മയെന്നും പറഞ്ഞു. വിട്, അവൾ എന്നീ വീട്ടിൽ നിന്ന് പോകുന്നു അന്ന് ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോണു. ചന്ദ്ര ഇറങ്ങിപ്പോയപ്പോൾ ഒന്നും മിണ്ടാതെ രവിയേട്ടൻ അവിടെ അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് പുറത്ത് വന്ന് നിന്ന് അദ്ദേഹം ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഭാമയാണെങ്കിൽ അവിടെ നിന്ന് ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കെട്ടും കിടക്കിയൊക്കെ ആയിട്ട് ദേ കയറി വരുന്നു ചന്ദ്ര. ഇതെന്താ ചന്ദ്ര നീ ഭാഗമൊക്കെ ആയിട്ട്? ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോവില്ല എന്നും പറഞ്ഞു വന്നു. രേവതി വീട് വിട്ട് ഇറങ്ങുമെന്നാണ് ഞാൻ കരുതിയത്, ഇതിപ്പോൾ നീയാണല്ലോ വീട് വിട്ട് ഇറങ്ങിയതെന്ന് പറയുമ്പം അവളെ ആരെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ? അവളല്ലേ ആ വീട്ടിലെ മഹാറാണി, അവളുടെ ഭരണം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പം നീ എന്തിനാ ഇപ്പോൾ ആ വീട് വിട്ട് ഇറങ്ങിയതെന്ന് ചോദിച്ചു. ആ പൂ കെട്ടുന്നവളോടെ അവളുടെ കെട്ടിയവനെയും കൂട്ടി വീട് വിട്ട് ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞു. അവരെങ്ങോട്ടും പോവില്ല, അവരവിടെ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ കെട്ടിയോൻ പറഞ്ഞത്. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനിങ്ങ് ഇറങ്ങിയെന്നും പറഞ്ഞു നിൽക്കാം. എത്ര നാളേക്ക് നീ ഇങ്ങനെ അവിടെ നിന്ന് മാറി നിൽക്കും? എത്ര നാളേക്കെന്നോ? സച്ചിയും രേവതിയും എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ അന്നേ ഞാനിനി ആ വീട്ടിലേക്ക് കയറൂ, അതുവരെ ഞാൻ ഇവിടെ താമസിക്കുമെന്നായി ചന്ദ്ര. അപ്പം നീ ജന്മ ആ വീട്ടിൽ കയറത്തില്ലെന്ന് ചോദിച്ചു. ഇല്ലെന്നു പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ ഇരിക്കുക. ഭാമ ചെന്ന് അടുത്തിരുന്നു. രവിയേട്ടനുള്ളിടത്തോളം കാലം അവർ ആ വീട്ടിലുണ്ടാകും. പിന്നെ നിനക്ക് വേണ്ടി അവരിറങ്ങാമെന്ന് പറഞ്ഞാലും രവിയേട്ടൻ അവരെ വിടാനൊന്നും പോകുന്നില്ല ചന്ദ്രൻ. നോക്കാം നമുക്ക് എവിടം വരെ പോകുമെന്ന്. അപ്പം സച്ചിയും രേവതിയും നീ എന്തിനാ ചുമ്മാ കുറ്റപ്പെടുത്തുന്നത്? അവരെന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? രേവതിയുടെ അനിയനല്ലേ നിന്റെ കാശ് മോഷ്ടിച്ചത്, രേവതിയല്ലല്ലോ കാശ് മോഷ്ടിച്ചത് എന്നൊക്കെ ഭാമ ഇങ്ങനെ ചന്ദ്രയോട് ചോദിച്ചു. സച്ചിയും രേവതിയും അവനെ സപ്പോർട്ട് ചെയ്തിട്ടുമില്ല. പിന്നെന്തിനാ അവർ വീട് വിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പം നീ എൻ്റെ കെട്ടിയോൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ നിൽക്കരുതേ, എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയുന്നു. മോഷ്ടാക്കളുടെ കുടുംബത്തിൽ നിന്ന് വന്നവളെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ് ചന്ദ്ര. ശ്രുതിയും വർഷയും ഒക്കെ വലിയ വീട്ടിലെ കുട്ടികളാ, അന്തസ്സുള്ളവരാ അവരുടെ കുടുംബക്കാരൊക്കെ. ഇങ്ങനെയൊരു വീട്ടിൽ നിന്ന് വന്ന മരുമകള് അവർക്കൊപ്പം താമസിക്കുന്നത് എനിക്ക് മാത്രമല്ല ശ്രുതിയുടെയും വർഷയുടെയും കുടുംബക്കാർക്കൊക്കെ അപമാനമാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര. എന്തൊക്കെയാ ചന്ദ്ര നീ പറയുന്നതെന്ന് ഭാമ അന്നേരം ചോദിച്ചു. അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കാം, ആ അവസരം എന്തായാലും ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല എന്നായി ചന്ദ്ര. അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഭാമയുടെ അടുത്ത് ഇങ്ങനെ കലി തുള്ളി ചന്ദ്ര ഇരിക്കുന്നതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും അടുത്ത് തന്നെ ചന്ദ്രയ്ക്ക് മുട്ടം പണി വരാനുള്ളതാണ്. അത് ഇച്ചിരിയും കൂടെ അതിൻ്റെ ആക്കം കൂട്ടാനുള്ളൊരു പരിശ്രമമായിട്ടാണ് ഇപ്പം ഈ കാട്ടായൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.